RSSന്റെ മുഖപത്രം ഓർഗനൈസർ 2 തവണയാണ് പൃഥ്വിരാജിനെ വിമർശിച്ചത്. പൃഥ്വിരാജിനോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടല്ല എന്ന് മല്ലിക സുകുമാരൻ എന്ന അമ്മ അറിഞ്ഞാൽ നല്ലത്. പൃഥ്വിരാജിനെ വിമർശിച്ചത് ദേശവിരുദ്ധമായ കാര്യങ്ങൾ പൃഥ്വിരാജ് എന്ന സംവിധായകൻ ചെയ്ത എമ്പുരാൻ എന്ന സിനിമയിൽ ഉണ്ടായത് കൊണ്ടാണ് RSS അതിനെ വിമർശിച്ചത്. RSSന്റെ ജാതകം തപ്പി നിങ്ങൾ നടക്കണ്ട മല്ലിക സുകുമാരൻ. കാരണം അത് 100 വർഷത്തോളമായി രാഷ്ട്രത്തെ സേവിക്കാനായി പുറപ്പെട്ട ഒരു രാഷ്ട്ര സ്വയം സേവക സംഘമാണ്. അത് അതിന്റെ കാര്യം കൃത്യമായി നോക്കി മുന്നോട്ട് പോകുന്നുണ്ട്. രാജ്യവിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും പ്രവർത്തിച്ചാൽ അതിനെതിരെ ശക്തമായി ശബ്ദമുയർത്തുക തന്നെ ചെയ്യും. അതാണ് RSS. അതിപ്പോ RSS കാരണം അല്ല എങ്കിലും RSSനെ കുറിച്ച് നല്ലത് പറയാൻ അല്ലെങ്കിൽ RSS ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി പറയുവാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ്. മല്ലിക സുകുമാരൻ മറന്നുപോയെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം. 2018 പ്രളയം കേരളത്തെ മുഴുവൻ വിഴുങ്ങിയപ്പോൾ എല്ലാ DYFI, SFI, മറ്റ് KSU അടക്കം സംഘടനകളെല്ലാം രംഗത്തിറങ്ങി ആളുകളെ രക്ഷിക്കാനിറങ്ങി. അന്ന് നിങ്ങൾ ആ വലിയ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി. നിങ്ങളെ ഒരു കുട്ടുവത്തിലാക്കി സുരക്ഷിതമായി നിങ്ങളെ എത്തിച്ചത് സേവാഭാരതി എന്ന് പറയുന്ന സംഘടനയാണ്. അത് മറന്നു പോകരുത്. നിങ്ങളുടെ ജാതകമോ നിങ്ങളുടെ ജാതിയോ മതമോ നിങ്ങളുടെ സിനിമയിലെ പവറോ നിങ്ങളുടെ മക്കളുടെ പവറോ ഇതൊന്നും നോക്കിയല്ല, നിങ്ങളുടെ പണമോ നോക്കിയല്ല അവർ നിങ്ങളെ രക്ഷിച്ചത്. മനുഷ്യത്വമാണ് അവിടെ സേവാഭാരതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും SFI ആയാലും DYFI ആയാലും ഏത് അന്ന് പ്രവർത്തിച്ച ഏത് സംഘടനകളായ അവർ ആരുടെയും പണമോ ആരുടെയും ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല, ഓരോ മനുഷ്യന്റെയും ജീവനാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൈന്യം ഉൾപ്പെടെ അന്നിറങ്ങിയത്. അതുകൊണ്ട് ആരും ആരുടെയും ജാതകം തിരയാതിരിക്കുന്നതാണ് നല്ലത്. RSS ജാതകം തിരഞ്ഞിറങ്ങിയാൽ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റായി വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: തെറ്റുപറ്റിപ്പോയി, RSS എന്താ എന്ന് അമ്മയുടെ മോനാണ് മനസ്സിലാകാതെ പോയത്. മോന്റെ ജാതകമുണ്ടേൽ ഒന്ന് നോക്കി വച്ചോ. ഈ മോന്റെ ജാതകം എന്താണേലും അവന്റെ ജാതകം മാറ്റി എഴുതും, ഒരു സംശയവും വേണ്ട. വാശി എന്തിനാ കാണിക്കുന്നത്? സത്യം സത്യമായി പറയുക. ഇവിടെ അവനോടും ആരും RSSന് വേണ്ടി സിനിമ ചെയ്യാൻ പറഞ്ഞില്ല. അവന്റെ സിനിമയിലെ ഒന്നും വെട്ടിമാറ്റാൻ പറഞ്ഞില്ല. പിന്നെ കള്ളം പ്രചരിപ്പിക്കാൻ നോക്കിയാൽ അത് കണ്ടില്ല എന്ന് വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോഴും ഇപ്പോഴും കാര്യം വ്യക്തമാണ്. ഗോദ്രയിൽ ട്രെയിൻ എങ്ങനെ കത്തി, ആര് കത്തിച്ചു, ഇതെന്തുകൊണ്ട് സിനിമ കാണിച്ചില്ല? കലാപമുണ്ടായി, ഹിന്ദുക്കൾ വില്ലന്മാർ. അങ്ങനെയല്ലല്ലോ സംഭവം. ഹിന്ദുക്കളെ ചുട്ടുകൊന്നപ്പോൾ അവർ പ്രതികരിച്ചു, അപ്പോൾ അതൊരു കലാപമായി മാറി. ഇത് പറയാൻ നട്ടല്ലില്ലാത്ത ഈ വാഴപ്പിണ്ടിയുടെ ജാതകം 4 മടക്കി കയ്യിൽ വെച്ചോ മല്ലിക സുകുമാരൻ. രാഹുൽ രവികുമാർ എന്ന് പറയുന്ന ആളെഴുതിയ പോസ്റ്റാണ്. ശരിയാണത്. ആര് കത്തിച്ചു, എന്തിന് കത്തിച്ചു, ആർക്ക് നഷ്ടം സംഭവിച്ചു, ഇതല്ലേ മല്ലിക സുകുമാരൻ നിങ്ങളുടെ മകൻ പറയേണ്ടത്? RSSന് അനുകൂലമായി ഒരു സിനിമ ചെയ്യാൻ RSS എപ്പോഴെങ്കിലും മല്ലിക സുകുമാരന്റെ മകനോട്, പൃഥ്വിരാജിനോടോ, മോഹൻലാലിനോടോ, ആന്റണി പെരുമ്പാവൂരിനോടോ, മുരളി ഗോപിയോടോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സത്യമായ കാര്യങ്ങൾ സത്യമായി പറയുക എന്ന് മാത്രമാണ് RSS പറഞ്ഞത്. ഇനി രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെ പോസ്റ്റ് കൂടി ഇതിന് മുന്നോടിയായി വായിക്കുക തന്നെ വേണം. അദ്ദേഹം പറയുന്നത്, ആദ്യ ദിവസം സുപ്രിയ പൃഥ്വിരാജ് പറഞ്ഞത് ആളറിഞ്ഞ് കളിക്കട എന്നാണ്. ഇന്നലെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു അമ്മയുടെ, മല്ലിക അമ്മയുടെ പോസ്റ്റ് വന്നു. 2 സ്ത്രീകളാണ്. ഒന്നിൽ ഭാര്യയുടെ സന്തോഷവും തന്റെ ഭർത്താവിന്റെ വളർച്ചയിലുള്ള സന്തോഷവും എല്ലാം പ്രകടമാണ്. എന്നാൽ ഇന്നലെ അമ്മ മല്ലിക സുകുമാരൻ പങ്കുവച്ചത് ഒരമ്മയുടെ വേദനയാണ്. ഇനി കാര്യം പറയാം. അമ്മേ, ഇവിടെ ആർക്കും അമ്മയുടെ മകനോട് ഒരു എതിർപ്പുമില്ല, വിരോധവുമില്ല. സിനിമയിൽ ഒരു വലിയ സത്യം ഒളിച്ചു വച്ചിട്ട് അതെന്തിനാണ് എന്നറിയണം. ഗുജറാത്ത് കലാപം കാണിക്കാം എങ്കിൽ അതിന് കാരണമായ ഗോദ്രയിൽ ട്രെയിൻ കത്തിച്ച് ഹിന്ദുക്കളെ ചുട്ടുകൊന്നത് എന്തുകൊണ്ട് കാണിച്ചില്ല? ഇതാണ് ഇവിടെ പ്രശ്നം. ഇത്ര വലിയൊരു പ്രശ്നം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അത് കാണിക്കാൻ പറ്റില്ല അല്ലേ? അത് ആരും കാണേണ്ട എന്ന വാശി ആർക്കാണ്? ഇവിടെ സംവിധാനം ചെയ്തത് രാജു ആണ്. അപ്പോൾ ഇതിനെല്ലാം ഉത്തരം പറയാൻ ബാധ്യത പൃഥ്വിരാജിനുണ്ട്. മോഹൻലാൽ പോസ്റ്റ് ഇട്ടാൽ ഈ പ്രശ്നം തീരും എന്ന് കരുതണ്ട. കാരണം ഇവിടെ ഒരു നടന്ന ഇഷ്യൂ സിനിമയാക്കുമ്പോൾ അതിലുള്ളതുപോലെ പറയാനാണ്
ആ വിഷയം ഉയർന്നത്. അല്ലാതെ അതിന്റെ പേരിൽ സിനിമ നിരോധിക്കാൻ ആരും പറഞ്ഞില്ല. രാജുവിനെ അല്ലേ ഈ സിനിമ ഉള്ള ആരെയും ഇവിടെ തടയാൻ പോയില്ല. പക്ഷേ ഒരു വലിയ ചോദ്യം ഉയർന്നു, അത് സത്യമാണ്. അമ്മ ഈ പോസ്റ്റ് കണ്ടാൽ രാജുവിനോട് ചോദിക്കുക, എന്തുകൊണ്ടാ നിങ്ങൾ 2002 നടന്ന ആ സംഭവം സിനിമയാക്കുമ്പോൾ അതിന്റെ തുടക്കമായ ഗോദ്രയിൽ ട്രെയിൻ കത്തിച്ച സംഭവം കാണിച്ചില്ല? കാരണം മുരളി ഗോപി മാനത്ത് നോക്കി ഉണ്ടാക്കിയ കഥയല്ലല്ലോ, ഇത് നടന്ന സംഭവമാണ് പറയുന്നത്. ഗുജറാത്ത് കലാപം നടന്നില്ല എന്നാരും പറയുന്നില്ല, പറഞ്ഞതൊന്നേ ഉള്ളൂ, അതിന് കാരണമുണ്ട്. അതെന്തുകൊണ്ട് ഇവർ കാണിച്ചില്ല? ഇനി നീ ഒരു പോസ്റ്റ് ഇടുക, ഒപ്പം മോഹൻലാൽ സിനിമ പ്രിവ്യൂ ഷോ കണ്ടോ എന്നും രാജു വ്യക്തമാക്കണം. ഇന്നലെ അമ്മ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ പറഞ്ഞു, അവൻ ആരെയും പേടിയില്ല, സത്യം ആരുടെ കയ്യിൽ നിന്നും ഒന്നും മേടിച്ചിട്ടല്ല, അതുകൊണ്ട് പറയാനുള്ളത് എപ്പോഴും പറയാറുണ്ടെന്ന്. CAA വന്നപ്പോൾ പോസ്റ്റ് ഇട്ടു, ലക്ഷദ്വീപ് വന്നപ്പോൾ പോസ്റ്റ് ഇട്ടു. അങ്ങനെയൊക്കെ പ്രതികരിച്ച വ്യക്തി സ്വന്തം സിനിമാ ജീവിതത്തിൽ ഇതുപോലൊരു സാഹചര്യം വരുമ്പോൾ എന്തിനാണ് മൗനം കാണിക്കുന്നത് എന്നാരും സംശയിച്ചു പോകും. പറയാനുള്ളത് വെല്ലുവിളിയാണേൽ അങ്ങനെ, അതല്ല നിജസ്ഥിതിയാണേൽ അങ്ങനെ, പക്ഷെ പറയാൻ വൈകിപ്പോകരുത്. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും ഇതും രാഹുൽ രവികുമാർ എഴുതിയ പോസ്റ്റാണ്. പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. അഭിമാനപൂരിതയായ ഒരു ഭാര്യയും തന്റെ മകന്റെ കഴിവുകളിൽ തന്റെ മകനെ എല്ലാവരും അംഗീകരിക്കുന്നതിലുമൊക്കെ വളരെ അഭിമാനം കൊള്ളുന്ന ഒരു അമ്മയുമാണ്. പൃഥ്വിരാജ് നല്ല നടനാണ്, നല്ല സംവിധായകനാണ്, സിനിമയുടെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കാൻ ഏറ്റവും നന്നായി പ്രയത്നിക്കുന്ന ഒരാൾ കൂടിയാണ് പൃഥ്വിരാജ്. അതെല്ലാം ഞങ്ങൾ സമ്മതിക്കുന്നു. പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം പറയുന്നില്ല. പൃഥ്വിരാജ് പറയാൻ ശ്രമിക്കുന്നത് എന്താണ് എന്ന്, ആർക്കെതിരെയാണ് എന്ന് പറയാൻ ഞങ്ങൾ തിരുത്താൻ വരുന്നില്ല. ഇതൊക്കെ ജനങ്ങൾ പറയുന്നതാണ്. പക്ഷേ പൃഥ്വിരാജ്, നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, അതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ ഗോദ്ര കലാപം ഇവിടെ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നത്, നിങ്ങൾ സത്യാവസ്ഥ പുറത്തു പറഞ്ഞില്ല എങ്കിൽ, നിങ്ങൾ സത്യമല്ല പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെങ്കിൽ, ഒരു യുവതലമുറയുണ്ട് ഈ സിനിമ കാണാൻ. ഈ സിനിമ ഏറ്റവും കൂടുതൽ കാണുന്നത് യുവത്വമാണ്, യുവതലമുറകളാണ്. അവർക്ക് 2002 നടന്ന ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഒരുപക്ഷെ വിക്കിപീഡിയയിൽ നോക്കിയാൽ പോലും കൃത്യമായ ഒരു കാര്യം നമ്മൾ കണ്ട് മനസ്സിലാക്കും പോലെ വായിച്ചു മനസ്സിലാക്കാൻ ചിലർക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് ഹിന്ദുക്കളെല്ലാം മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു, മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നു, ട്രെയിൻ കത്തിക്കുന്നു, ഒരുപാട് പേർ വെന്ത് ഭരിക്കുന്നു. അപ്പോൾ ഇവിടത്തെ മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കുറെ മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളോട് തോന്നുന്ന ഒരു വല്ലാത്ത പകയുടെ വികാരം, അത് ചിലപ്പോൾ ആളിക്കത്തിയാൽ ഈ രാജ്യത്ത് തന്നെ, രാജ്യത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യത്തെ ഭരണ സംവിധാനത്തിന് തന്നെ ഒന്നും ചെയ്യാതെ ഒരു വലിയ കലാപത്തെ നോക്കി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകും. അത് നിങ്ങൾ ഉണ്ടാക്കരുതെന്ന് മാത്രമാണ് ആവർത്തിച്ച് പറയാനുള്ളത്. അല്ലാതെ മല്ലിക സുകുമാരന്റെ മകനോട് ഇവിടെ ആർക്കും ഒരു പകയോ വിദ്വേഷമോ ദേഷ്യമോ ഇല്ല. സത്യം സത്യമായി പറയുക തന്നെ വേണം.